മാപ്പ് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഗ്ലോണിമ ചെടിയുടെ നടീൽ രീതികളെക്കുറിച്ച് പറയാം. അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പം നമുക്കൊരു മദർ പ്ലാന്റ് ഉണ്ടാവുമല്ലോ, ആ മദർ പ്ലാന്റ് നമ്മൾ നല്ല ഇതായിട്ടൊരു ചട്ടിയിൽ നട്ടുവയ്ക്കുകയാണെങ്കിൽ അതിൽ ധാരാളം തൈകൾ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു മദർ പ്ലാന്റിൽ തന്നെ ഒരു 7-8 ചെടിയെങ്കിലും മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരു കുറച്ച് ഒന്ന് വലുതായതിന് ശേഷം മാത്രമേ അതിനെ ഇളക്കിയെടുത്ത് നടാവൂ. അപ്പോൾ അങ്ങനെ ഈ മദർ പ്ലാന്റിൽ നിന്നും അതിലെ ചെറിയ ചെറിയ തൈകളെ വളരെ ശ്രദ്ധയോടുകൂടി ഇളക്കിയെടുക്കണം. അതിൻ്റെ വേരുകളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ച് എടുത്ത് ഓരോരോ ചെറിയ ചട്ടികളിൽ ആക്കി നടണം. ശരിക്കും ഒരുവിധം ഇച്ചിരി വലിയ ചട്ടിയിൽ നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലൊക്കെ നല്ല തിക്കായിട്ട് നിൽക്കും. ചെറിയ ചട്ടികളിൽ നട്ടാൽ കുറച്ച് നല്ല ശക്തിയൊക്കെ വളർന്ന് വലുതാകുമ്പോൾ ചെടിച്ചട്ടി തന്നെ മറിഞ്ഞു പോകും. നമുക്ക് ഇതിനത്ര അധികം മണ്ണൊന്നും ആവശ്യമില്ല. ഇതിപ്പം ഞാൻ ആദ്യം നട്ടപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ടിട്ടാണ് നട്ടത്. അപ്പോൾ അതിനകത്ത് തന്നെ ഇളക്കിയെടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തതാണ്. ഇവയെല്ലാം നന്നായിട്ട് നട്ടുവെച്ചിട്ടുണ്ട്, നന്നായി തന്നെ പൊടിച്ചിട്ടുണ്ട് എല്ലാം തന്നെ. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ മദർ പ്ലാന്റിനെ അങ്ങനെ തന്നെ വേറൊരു ഇരുന്ന ചട്ടിയിൽ തന്നെ അതിൻ്റെ മണ്ണ് മാറ്റിയിട്ട് അതിനെയും ഇതുപോലെ തന്നെ നട്ടുവെക്കണം. അപ്പോൾ നമുക്ക് അത്രയധികം ചെടികൾ നമുക്കുണ്ടാകും. പലതരത്തിലുള്ള അഗ്ലോണിമകളുണ്ടല്ലോ. അപ്പോൾ അതിൽ അത് സാധാരണ ധാരാളം എപ്പോഴും എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ്. എല്ലാ അഗ്ലോണിമകളും നടുന്ന രീതികളെല്ലാം ഒരുപോലെ തന്നെ. അപ്പോൾ ഇതിൽ മൊട്ട് വരെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഇതിൽ മൊട്ടിട്ട് കണ്ടത്. മറ്റേ അഗ്ലോണിമയിലൊക്കെ പെട്ടെന്ന് പൂവുണ്ടാവാറുണ്ട്. പക്ഷെ അത് ഓടിച്ച് കളയുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത്. ഞാൻ പക്ഷേ അങ്ങനെ ഓടിച്ചൊന്നും കളഞ്ഞിട്ടില്ലെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെടി നന്നായിട്ട് തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്ന് ഇപ്പം ഇതും അതുപോലെ തന്നെ നമുക്ക് നടാൻ സാധിക്കും. പിന്നെ ഇതുപോലെ അതിൻ്റെ തൈകൾ പറിച്ച് നടാം. പിന്നെ ഇതുപോലെ വലുതായിട്ട് വളരുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അതിനെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഒന്നിൽ ആ ചട്ടിയിൽ തന്നെ നട്ടുവയ്ക്കാം, അല്ലെങ്കിൽ വേറെ ചട്ടിയിലേക്ക് നമുക്ക് നട്ടുവയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ അതിൽ തന്നെയാണ് നട്ടുവെച്ചിട്ടുള്ളത്. കുറച്ച് ഇതിങ്ങ് വലുതായി കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ഹൈറ്റ് വരുമ്പോൾ അത് വളഞ്ഞ് നിൽക്കും. അപ്പോൾ അതിനെ മുറിച്ചെടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിനെ പല കഷ്ണങ്ങളാക്കി മുറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് അത്രയും തൈകൾ തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റും. മുറിച്ച ഭാഗത്തതേ കണ്ടോ, അതിൻ്റെ മുളച്ചു വന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ മുള വരും. ഇതേപോലെ മുറിച്ച് വെച്ച് കുറച്ച് ദിവസം തന്നെ കഴിയുമ്പോഴേ അത് വരും. വേറൊരു തരത്തിലുള്ള അഗ്ലോണിമയാണ്. ഇത് നമ്മൾ അത് ഒടിച്ച് കുത്തിയതിന് ശേഷമാണ് അതിനകത്ത് ഇങ്ങനെ തിക്കായിട്ട് നമുക്ക് നല്ല ഒരു ഭംഗിയിൽ നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതായിട്ട് ഒടിച്ച് അതിന് ചുറ്റും ആ ചട്ടിയിൽ തന്നെ കുത്തി വയ്ക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ വേറെ നമുക്ക് മാറ്റി നടണമെന്നുണ്ടെങ്കിൽ നടാം. ഇത് വേറൊരു തരത്തിലുള്ള അഗ്ലോണിമയാണ്. 3-4 തരം അഗ്ലോണിമ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇതുപോലെ നമ്മൾ നടുമ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നടുമ്പോൾ ഒന്ന് ചരിച്ച് നടണം. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് നടണം. അത് നട്ട് കഴിയുമ്പോൾ അതാ കണ്ടോ, ഇതിൽ എത്രമാത്രം തൈകൾ വീണ്ടും മുളച്ചു എന്ന് നോക്കി. ആ തൈകൾ മുളയ്ക്കുന്നതിനോടൊപ്പം ഇതിൽ 3-4 തൈകളും കൂടെ മുളച്ചിട്ടുണ്ട്. ഇതുപോലെ അതാണ് ഒന്ന് ചരിച്ചു വെച്ചാലുള്ള ഗുണം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്.
കട്ടിങ്ങിലൂടെയും ഇതുപോലെയും പിന്നെ നമുക്ക് ചെറിയ ചെറിയ തൈകൾ പറിച്ചു വെച്ച് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കാം. ചെടികൾ നമുക്ക് വീട്ടിൽ കാട് പോലെ ഇത് വളരും. നമുക്കിതിനൊന്നും അത്രയധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ശ്രദ്ധിച്ചാൽ മാത്രം മതി.